എന്തായാലും നമ്മുടെ ഗസ്റ്റിലേക്ക് പോകാം അല്ലേ? ഒരു പ്രധാന അതിഥിയാണ് നമ്മുടെ BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗവും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ. കൂടാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ കലോത്സവവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അധ്യാപകനായിരുന്നു. അധ്യാപക ജീവിതം അവസാനിപ്പിച്ചാണ് സംഘടനാ തല പ്രവർത്തനത്തിലേക്ക് BJP-യുടെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് എന്ന തരത്തിൽ PK കൃഷ്ണദാസ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ നമുക്ക് ജനം ടിവിയിലെ ഫ്ലോറിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം അല്ലേ? അതെ, നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹത്തിന്റെ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് ക്ഷണിക്കും പോലെയാണ്. അദ്ദേഹത്തിന് ഒരു ഔപചാരികതയുടെ ആവശ്യമുണ്ടോ ജനം ടിവിയിലേക്ക് വരാൻ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ കുടുംബത്തിലെ ജനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഔപചാരികതയുടെ ആവശ്യം സ്വാഭാവികമായിട്ടുമില്ല. വളരെ സന്തോഷമുണ്ട് ഈ ജനം ടിവിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. ഈ കലോത്സവത്തിന്റെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് മനസ്സിൽ? എനിക്ക് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്തുള്ള കാലഘട്ടം ഓർമ്മ വരികയാണ്. ഞാൻ ഇവിടെ കഥ പറയൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു സബ് ജില്ലയിൽ. 1ാം സ്ഥാനം കിട്ടി. അതിനുശേഷം ജില്ലാ കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തു, അവിടെയും 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ 3ഉം 4ഉം ക്ലാസ്സുകളിൽ പ്രച്ഛന്ന വേഷത്തിലും കഥാപ്രസംഗത്തിലും അതിനുശേഷം പ്രസംഗ മത്സരത്തിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഏതായാലും അന്ന് ഈ UP സ്കൂളിലെ ഈ കലാമേളയിൽ പങ്കെടുത്തവർക്ക് ജില്ലാ തലത്തിൽ വരെ പോകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അതുവരെ പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ പൊടിക്കൈയിലൊക്കെ കയ്യിലുണ്ടല്ലേ? പക്ഷെ വിനീഷ്, മറ്റൊരു കാര്യമുണ്ട്. ഈ വേദിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കലോത്സവം സെഗ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ആരായാലും ശരി, നമ്മൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കലാപരമായ ഒരു ഐറ്റം. അതൊന്നും ഇപ്പൊ കഴിയില്ല. മനസ്സുകൊണ്ട് വീണ്ടും കുട്ടിയാകുന്നു തോന്നുന്നുണ്ട് ഈ ഒരു വേദിയിലേക്ക്. സ്വാഭാവികമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ ഓർമ്മകള് അങ്ങ് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. പണ്ട് ONB പാടിയതുപോലെ ഈ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള ആ കവിതയും എന്റെ മനസ്സിലൂടെ ഇവ കടന്നു വരികയാണ്. പക്ഷെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തില് മത്സര ബുദ്ധി കൂടുന്നുണ്ട്. പക്ഷെ അത് അതിര് കടക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ടല്ലേ? നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് കടക്കുക, മത്സരിക്കുക എന്നതിലുപരി ഒരു ആരോഗ്യപരമല്ലാത്തൊരു മത്സരത്തിലേക്ക് കടക്കുന്നുണ്ടോ? അത് ഈ കലാരംഗത്ത് എല്ലാ രംഗത്തും ഉണ്ട് അനാരോഗ്യകരമായ പ്രവണത. ഏതായാലും ഈ നമ്മുടെ ഈ കലാരംഗത്ത് ഈ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫലത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം ഈ കലയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഈ അനാരോഗ്യകരമായ ഇത്തരത്തിലുള്ള മനോഭാവത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കലയുടെ ആ മൂല്യങ്ങൾ ചോർന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒക്കെ പറയാനുള്ളത്, മത്സരിക്കുക എന്നുള്ളതിന് പരമപ്രാധാന്യം കൊടുക്കുക. ദയവ് ചെയ്ത് കലയുടെ മൂല്യത്തെ നമ്മൾ തകർക്കാതിരിക്കണം എന്നുള്ളതാണ്. ദേവിക, ഇതൊരു വലിയൊരു ഡിബേറ്റ് വിഷയമാണ്, അതിലേക്കൊന്നും നമുക്ക് കടക്കണ്ട. പക്ഷേ അധ്യാപക ഒരു കാലഘട്ടമുണ്ട് അങ്ങേക്ക്. ആ അധ്യാപക കാലഘട്ടത്തിൽ കുട്ടികളെ കലോത്സവത്തിന് അയച്ച ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഞാൻ അധ്യാപകനായിട്ട് ഏതാണ്ട് ഒരു 14 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 14 വർഷക്കാലത്തിനിടയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച കുട്ടികളെ കലാമേളയിൽ പങ്കെടുപ്പിക്കാൻ, അങ്ങനെ സബ് ജില്ലയിലും ജില്ലാതലത്തിലും വരെയുള്ള കലാമേളകളിൽ കുട്ടികളോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഇവിടുത്തെ ഈ 63ാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അതുവരെ ഞങ്ങൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നു, പല 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 വിഷയങ്ങൾ. പക്ഷെ അത് നിങ്ങൾ കടന്ന് ഈ മൈതാനത്തേക്ക് എത്തിയപ്പോൾ, ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയ സമയത്ത് എല്ലാം മറന്ന് ഒരവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയിലേക്ക് നമ്മളങ്ങ് ഉയർന്നു പോവുകയാണ്. കുറച്ച് പ്രായം മറന്നു തുടങ്ങിയോ? ഇതിലേക്ക് കയറിയപ്പോൾ പ്രായം മറന്നു തുടങ്ങിയോ? എല്ലാം മറന്ന് സംഘനൃത്തം കണ്ടു. അപ്പൊ സംഘനൃത്തത്തിലെ കുട്ടികളുടെ ചടുലമായ ചുവടുവെപ്പുകള്, അതുപോലെ അവരെന്തുമാത്രം പ്രതിഭകളാണെന്നറിയാം. നമ്മുടെ കലാരംഗത്ത്, കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യുന്നതിൽ സ്കൂൾ കലോത്സവത്തിന് അതിൻ്റെതായ പങ്കുണ്ടായിട്ടുണ്ട്. ഇത് കേവലം കലോത്സവമല്ല, സത്യത്തിൽ കേരളത്തിന്റെ മഹോത്സവമാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ ജനം TV ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പങ്ക് ഞാൻ കാണുന്നില്ല. അവരെ ഞാൻ അഭിനന്ദിക്കുക. കാരണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ കുട്ടികളെ ഈ കലാരംഗത്തേക്ക് ആകർഷിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സർക്കാർ ഇനിയും കൂടുതൽ പ്രോത്സാഹനങ്ങൾ ഈ കുട്ടികൾക്ക് നൽകണം എന്നുള്ളതാണ്. 63ാമത് കലോത്സവത്തിൻ്റെ
തിരശ്ശീല താഴാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എത്രയോ ഇവിടെ 15,000 പ്രതിഭകളാ പങ്കെടുത്ത് അവരുടെ മാറ്റുരക്കലായിരുന്നു ഇത് എന്ന് പറയാം. ഇപ്പൊ പറയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണിത്. കൗമാരക്കാരാണ് ഇവിടെ തങ്ങളെ മാറ്റുരക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എത്രയെത്ര പ്രതിഭകളെയാ കേരളത്തിന് ഈ കലോത്സവം സംഭാവന ചെയ്തത്. അത് കേവലം സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ഉപജില്ലാ തലത്തിൽ മത്സരത്തിലുണ്ട്. അവിടെ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാതലത്തിലുള്ള 1000കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ 15,000 മാറുന്നു. അങ്ങനെ ഒരുപാട് മാത്രമല്ല, നമ്മുടെ സമ്പന്നമായ നമ്മുടെ സംസ്കൃതിയുടെ ഒരു കലയിലൂടെയുള്ള ആവിഷ്കാരമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ ഇനത്തിലുള്ളത്. ഞാൻ കണ്ടു സംഘ നൃത്തത്തിൽ, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘ നൃത്തത്തിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സമ്പന്നമായ നമ്മുടെ ഒരു സംസ്കൃതി ഉണ്ടല്ലോ, ആ സംസ്കൃതിയുടെ പുനരാവിഷ്കാരമാണ് ഈ കലയിലൂടെ ഉണ്ടാകുന്നത്. അതും വലിയ ശ്ലാഘനീയമായ കാര്യമാണ്. തീർച്ചയായിട്ടും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹവും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പൾസ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ആകാംക്ഷ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. മാത്രവുമല്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അധികം നിർത്തി ഞാൻ വിഷമിപ്പിക്കുന്നില്ല, എന്നാലും ചോദിക്കണം, അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്ന കുട്ടികളെ ആയിരിക്കും എന്നും ഓർത്തിരിക്കുക അല്ലേ? ഏറ്റവും കൂടുതൽ പഠിത്തക്കാരായ കുട്ടികളെക്കാൾ നമ്മളെ ഭാഷയിൽ ബുജി എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്ലാസ് റൂമിൽ എങ്ങനെയായിരുന്നു? കുസൃതിയുള്ള ഒരു കുട്ടി. ഞാൻ കുസൃതിയുള്ള കുട്ടിയായിരുന്നു. പക്ഷെ കലാരംഗത്ത് ഞാൻ വളരെയധികം അത് പറയുമ്പോൾ വിനീഷിനെ നോക്കുന്നു. അതുപോലെ കുസൃതി കുട്ടികളുണ്ടല്ലോ, അവർ കലാരംഗത്ത് ശോഭിക്കുന്ന കാഴ്ചയും അങ്ങ് കണ്ടിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുസൃതി കളിക്കുന്ന കുട്ടികൾ മോശക്കാരാന്നുള്ള സങ്കല്പമൊക്കെ അത് തെറ്റാ. അവർ കുസൃതി കളിക്കും, പക്ഷെ ഓരോ കുട്ടിക്കും ഓരോ രംഗത്ത് മികവുണ്ടാവും. എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതാണ് അധ്യാപകന്റെ കടമ, ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവം തന്നെ കുസൃതി കളിക്കുന്ന ഏറ്റവും കുട്ടികൾ നല്ല ലോങ് ജമ്പ്, നന്നായി ചാടുന്ന കുട്ടികളുണ്ട്, നന്നായി ഓടുന്ന കുട്ടികളുണ്ട്, നന്നായി പാടുന്ന കുട്ടികളുണ്ട്, നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഈ കുസൃതി കാണിക്കുന്ന കുട്ടികളെ നമ്മൾ ഓർക്കും എപ്പോഴും. അതോടൊപ്പം തന്നെ അവർ മോശക്കാരാണെന്നുള്ള ആ സങ്കല്പം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിത്യഹരിതമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എൻ്റെ അധ്യാപക ജീവിതത്തിനിടയിലുണ്ട്. അപ്പം എൻ്റെ മനോമുകുലത്തിലൂടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇപ്പം തന്നെ ജനൻ ടിവിയുടെ ഈ നല്ലൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ കുട്ടികളുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ദാസേട്ടാ, നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഒരു ഔദ്യോഗികമായൊരു നന്ദി പറച്ചിലല്ല, എന്നാലും നമുക്കത് പറഞ്ഞേ മതിയാവും, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. സന്തോഷം. നമസ്കാരം. എന്തായാലും വളരെയധികം നന്ദി. ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയുക ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം പറ്റി. എന്തായാലും വളരെയധികം നന്ദി അങ്ങ് ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം പങ്കുചേർന്നതിന്.